ഒരു ഇലക്ഷന്റെ പേരിൽ അഖിൽ മാരാറും അഞ്ജലി നായരും കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ. എന്റെ ദൈവമേ, അഞ്ജലി നായരുടെ അഭിനയം കണ്ടാലുണ്ടല്ലോ അയ്മന സിദ്ധാർത്ഥൻ തോറ്റുപോയി. എനിക്ക് തോന്നുന്നു ഇലക്ഷന് ജനപ്രതിനിധിയാകാൻ താല്പര്യമുണ്ടെന്ന് 2020 കമ്മിറ്റി ചോദിച്ച ആ സമയം മുതൽ അഞ്ജലി നായർ മെനക്കെട്ടിരുന്ന് ഇന്ത്യൻ പ്രണയകഥ സിനിമ കണ്ടെന്ന് തോന്നുന്നു. അയ്മനം സിദ്ധാർത്ഥൻ തന്നെ, അയ്മനം സിദ്ധാർത്ഥൻ വേർഷൻ 2 അഞ്ജലി നായർ. അത് ഉളുപ്പില്ലേ സ്ത്രീയെ നിങ്ങൾക്ക്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഏതോ ഒരു കോളനിയിൽ പുള്ളിക്കാരത്തി സന്ദർശനത്തിന് ചെന്നിട്ട് മീഡിയ എപ്പോഴും ചുറ്റിലുണ്ടല്ലോ, അവരോട് പറയുകയാണ് അവർക്ക് എന്നെ കണ്ടപ്പോൾ വളരെ സന്തോഷമാണ്, ഞാൻ അവർക്ക് ഗ്യാസ് സിലിണ്ടർ കൊടുത്തല്ലോ എന്നുള്ള സന്തോഷമാണ് അവർക്ക്. നിങ്ങളാണോ അവർക്ക് ഗ്യാസ് സിലിണ്ടർ കൊടുത്തത്? നിങ്ങളുടെ സ്വന്തം പേഴ്സിൽ നിന്ന് പൈസ എടുത്താണോ ഗ്യാസ് സിലിണ്ടർ കൊടുത്തത്? അയ്മന സിദ്ധാർത്ഥൻ തോറ്റുപോകും, അത്രയ്ക്കുണ്ട് അഭിനയം. ഇലക്ഷന് വോട്ട് ചോദിക്കാൻ അഭിനയത്തിന്റെ ആവശ്യമുണ്ടോ? സിനിമയിൽ പോലും പറയുന്നത് അഭിനയമല്ല, ബിഹേവ് ചെയ്യുക. ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പോലും അറിയാതെ സാധാരണ ജനങ്ങളുടെ നെഞ്ചത്തോട്ട് കയറി ഈ ഈ അഞ്ജലി നായരുടെ വീഡിയോ കണ്ട് നമുക്ക് ഉളുപ്പ് വരികയാണ്, ലജ്ജ വരികയാണ്. കുറെ ആളുകൾ ഇരിക്കുന്നു, അവരെനിക്ക് തോന്നുന്നു ഫുട്ബോൾ ടർഫിന്റെ അടുത്തോ മറ്റോ ആണ്. എനിക്ക് വോട്ട് തരണം എന്ന് ചോദിച്ചപ്പോൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇത്രയും ഗതികെട്ട് വോട്ട് ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നതിന്റെ പിന്നിലെ നിങ്ങളുടെ ഒടുക്കത്തെ അഭിനയമാണ്. സത്യം പറഞ്ഞാൽ 2020 എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് നമ്മുടെ നാട്ടിലും 2020 വരണേ എന്നൊക്കെ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ ഈ രണ്ട് വ്യക്തികളുണ്ടല്ലോ, അഞ്ജലി നായർ, അഖിൽ മാരാറിനെ പിന്നെ പറയേ പോലും വേണ്ട. 2020യോട് കുറച്ചെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്ന ആ ഇഷ്ടം ഇപ്പോൾ 0 ലെവലിലേക്ക്, ലോ ലെവലിലേക്ക് അവരുടെ ഗ്രാഫ് കുത്തനെ താഴ്ത്തിയതിൽ അഖിൽ മാരാർക്ക് പ്രത്യേക ഒരു പങ്കുണ്ട് എന്ന് ഇലക്ഷൻ കഴിയുമ്പോൾ 2020കാർക്ക് മനസ്സിലാകും. കാരണം ഒരുപാട് ആളുകൾക്ക് അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിയെ ജനപ്രതിനിധിയാക്കി ഇവർ സെലക്ട് ചെയ്തപ്പോൾ തന്നെ ഇഷ്ടമില്ലാണ്ടായി. കാരണം എന്തൊക്കെ കോപ്രായങ്ങളാ കാണിക്കുന്ന. ബിഗ് ബോസിൽ 100 ദിവസം ജയിച്ചുകൊണ്ട് ആളുകൾ എനിക്ക് വോട്ട് ചെയ്യുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം ഷോ അല്ല ഇലക്ഷൻ എന്ന് പറയുന്നത്. ഇലക്ഷൻ എന്ന് പറഞ്ഞാലേ ഭരണതലത്തിലുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ബിഗ് ബോസിൽ പോയി ഗെയിം കളിച്ച് ജയിച്ച് വന്ന ആൾക്ക് ജനങ്ങൾ വോട്ട് തരുമോ എന്നൊന്നും അറിയത്തില്ല. തൃക്കക്കരയിൽ ഒരുപാട് ചാനൽസ് ഈ സർവേ പോലെ നടത്തിയതിൽ ആളുകൾ അഖിൽ മാരാറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നമുക്ക് തല കുത്തിയെന്ന് ചിരിക്കാൻ, ചിരിയൊക്കെ പിന്നെ വരും. നമുക്ക് ആദ്യം നാണാ വരുന്നത്. ഇങ്ങനെയൊക്കെ കിടന്ന് ഈ പണ്ടത്തെ സിനിമകളിലൊക്കെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ ഹാസ്യ കോമഡി ചിത്രങ്ങളൊക്കെ ഉണ്ടാകുക, ആ ഒന്നും അല്ല അഖിൽ മാരാറിന്റെ അഞ്ജലി നായരുടെ മുന്നിൽ ഇങ്ങനെ കിടന്ന് അഭിനയിച്ച് തകർക്കാൻ. സ്വയം ഒരു ബോധമില്ല, ഞങ്ങൾ ഈ കാണിക്കുന്ന കോമാളിത്തരങ്ങളാണ്, പൊട്ടത്തരങ്ങളാണ്, ഞങ്ങൾ ഇതല്ല അഭിനയിക്കുകയാണെന്ന് സ്വയം ബോധമില്ലാത്ത ഇവര് ജനപ്രതിനിധികളായ നല്ല രസമായിരിക്കും. രാവിലെ ഏതാ, ഉച്ച ഏതാ, വൈകിട്ട് ഏതാന്ന് സ്വയമായിട്ട് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇവർക്ക്.